ഭ്രാന്തല്ല ചന്ദ്രു. മക്കൾ അച്ഛനെയും അമ്മയും ഒരുമിച്ച് ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ പിന്നെ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഒരുമിച്ചുള്ള ഒളിച്ചോട്ടം. കുറച്ച് പണം എന്റെ കൈവശമുണ്ട്. ഒരു തീർത്ഥാടനത്തിനാണെന്നും പറഞ്ഞ് മക്കളോടും മരുമക്കളോടുമൊക്കെ യാത്ര ചോദിച്ചിറങ്ങിയാ മതി. ഈ മാധവന്റെ ശരീരത്തിലെ അവസാന ശ്വാസം നിലയ്ക്കുന്നതുവരെ എന്റെ ചന്ദ്രു എന്റെ കൂടെ വേണം. അതെ, എന്റെ ചന്ദ്രുവിന്റെ മടിയില് തല വെച്ച് കിടക്കുമ്പോഴാവണം. ചന്ദ്രു, ഹലോ ചന്ദ്രു. ഞാൻ പറഞ്ഞതൊന്നും ചന്ദ്രു കേട്ടില്ലേ? അവൾ ഉറങ്ങിപ്പോയി കാണും. എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവള് പറഞ്ഞതെല്ലാം കള്ളവാ. മനോജു ഹരിതയും കൂടി കഠിനമായി പണിയെടുപ്പിച്ച് അവളെ വശം കെടുത്തിയിട്ടുണ്ടാവും. സംസാരിക്കാൻ പോലും കഴിയാത്ത വിധം ക്ഷീണം കൊണ്ട് അവൾ ഇറങ്ങിപ്പോയതാവും. അല്ലെങ്കിൽ മാധവന്റെ ശബ്ദം കേട്ട ഒരിക്കലും ചന്ദ്രു ഉറങ്ങില്ല.